ഇന്ത്യൻ ഗവൺമെന്റും ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷനും ചേർന്ന് നടത്തുന്ന മത്സര പരീക്ഷകളാണ് സയൻസ് ഒളിമ്പ്യാഡുകളും മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡും. സ്കൂളിൽ പഠിക്കുന്ന വിഷയങ്ങളെ അനായാസമായി മനസ്സിലാക്കി വിഷയപരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനും അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തുന്നതിനും നന്നായി പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവിനെയും അറിവിനെയും എല്ലാം വർദ്ധിപ്പിക്കാൻ ഈ മത്സര പരീക്ഷകൾ സഹായിക്കുന്നു. വിവിധ ഘട്ടങ്ങളിലായാണ് ഇതിന്റെ പരീക്ഷകൾ നടക്കുന്നത്. ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫൈഡ് IOQM എന്നതാണ് മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിന്റെ ആദ്യഘട്ടം. ആർക്കൊക്കെ ഈ ഒളിമ്പ്യാഡിൽ അപേക്ഷ സമർപ്പിക്കാമെന്നും എങ്ങനെയാണ് ഇതിലെ അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. 2003 ഓഗസ്റ്റ് 1-നും 2010 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവർക്ക് ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സിന് അപേക്ഷ സമർപ്പിക്കാം. കൂടാതെ അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥി 2020 ഒക്ടോബർ മുതലോ അതിനു മുൻപോ ഇന്ത്യയിൽ താമസിക്കുകയോ പഠിക്കുകയോ ചെയ്തിരിക്കണം. കൂടാതെ ഇപ്പോൾ 8, 9, 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്കും ഇന്ത്യൻ ഒളിമ്പ്യാഡ് ഇൻ മാത്തമാറ്റിക്സിൽ അപേക്ഷ സമർപ്പിക്കാം. 2022, 2023 ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ട്രെയിനിങ് ക്യാമ്പിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായിട്ടാണ് പൂർത്തീകരിക്കുന്നത്. ആദ്യഘട്ട പരീക്ഷ ഒക്ടോബർ 30, 2022 അതായത് ഈ വർഷം. പരീക്ഷയുടെ ഡ്യൂറേഷൻ 3 മണിക്കൂറായിരിക്കും. 100 മാർക്കിലാണ് പരീക്ഷ നടത്തപ്പെടുന്നത്. OMR അടിസ്ഥാനമാക്കിയുള്ള എക്സാം ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. 2 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ, 5 മാർക്കിന്റെ 12 ചോദ്യങ്ങൾ, 10 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ. ഇങ്ങനെയാണ് മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിന്റെ ആദ്യഘട്ട പരീക്ഷയുടെ ക്രമീകരണങ്ങൾ. 2ാം ഘട്ട പരീക്ഷ ജനുവരി 15, 2023 നടത്തപ്പെടുക. എക്സാമിന് 4 മണിക്കൂർ ദൈർഘ്യമാണ് ഉണ്ടായിരിക്കുക. 6 ചോദ്യങ്ങൾ മാത്രമായിരിക്കും ഈ എക്സാമിന് ഉണ്ടാവുകയുള്ളൂ. ഓരോ ചോദ്യങ്ങൾക്കും ഡിസ്ക്രിപ്റ്റീവായി ഡീറ്റെയിൽഡ് പ്രൂഫോടുകൂടി എഴുതി നിങ്ങളുടെ പഠന മികവ് തെളിയിച്ചെങ്കിൽ മാത്രമേ ഈ എക്സാമിൽ വിജയകരമായി നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ www.hbcse.tifr.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.